കഴക്കൂട്ടത്തു നിന്നും കാണാതായ 13-കാരിയെക്കുറിച്ചുള്ള അന്വേഷണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ചെന്നൈയിലെത്തിയതായി ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ചെന്നൈ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലായിടത്തേക്കും പോകാനുള്ള സാധ്യത അത് പോലീസ് ആദ്യഘട്ടത്തിൽ മുതൽ തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പല ഘട്ടങ്ങളിലായി നടന്നു. റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡുകളും, ഒപ്പം കുട്ടി എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നീ സ്ഥലങ്ങളിലടക്കം അന്വേഷണം സമാനമായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. സുലേഖ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും വിശദാംശമായി. സുലേഖ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെന്നൈയിലെത്തിയെന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. ആ സൂചന പ്രകാരം ചെന്നൈയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. സമാനമായ രീതിയിൽ വിവിധയിടങ്ങളിൽ, അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അടക്കം വിവിധയിടങ്ങളിലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലടക്കം ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ചെന്നൈയിലേക്ക് കുട്ടി എത്തിയതായി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടി ചെന്നൈയിൽ എത്തിയതായി പോലീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. അതുകൊണ്ട് തന്നെ ഇനി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ചെന്നൈയിൽ നിന്ന് കുട്ടി തിരിച്ചു വരിക എന്നത് ഒരു ആശങ്ക അത് പോലീസ് നിലനിൽക്കുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കോ, ബംഗളൂരുവിലേക്കോ അല്ലെങ്കിൽ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലേക്കോ കുട്ടി യാത്ര ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയം പോലീസിന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത് ചെന്നൈയിലേക്ക് പോവുക, ചെന്നൈയിൽ കൂടുതൽ അന്വേഷണം വ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് ചെന്നൈയിലേക്ക് തിരിക്കുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനൊപ്പം തന്നെ കുട്ടി ബംഗളൂരുവിലേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടി പോലീസ് കാണുന്നുണ്ട്. കാരണം കുട്ടീന്റെ സഹോദരൻ ബംഗളൂരുവിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ബംഗളൂരുവിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സംഭവത്തിൽ കൂടുതൽ കൂടി പ്രതിസന്ധി സൃഷ്ടിക്കും. പക്ഷേ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രക്ഷിതാക്കൾ പറഞ്ഞതനുസരിച്ച് ഈ കുട്ടിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 50 രൂപ മാത്രമാണ്. ഈ 50 രൂപ സുലേഖ തുടരുക. ഈ കുട്ടിക്കായുള്ള അന്വേഷണം സമഗ്രമായ രീതിയിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കൂടുതലും അന്വേഷണം എത്തുക. അവിടെ എത്തിയതായ ഒരു സ്ഥിരീകരണം ലഭിക്കുന്നുണ്ട്. അവിടെ നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടി പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്.